സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിലെ കടകമ്പോളങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് കേരള സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ധർണാ സമരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും ഒക്കെ കാണിക്കുന്നത് പോലെ രാഷ്ട്രീയ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് അതൊക്കെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി പൂർണ്ണമായും ഒരു ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ലാഭം കൊയ്യുക എന്നതല്ല മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കേരളത്തിന്റെ പൊതുവിപണിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില അനുദിനം കുതിച്ചു വരുമ്പോൾ അതിന് തടയിടാൻ ഒരു ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക്, മേഖലകളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നതാണ് ഈ സൂചന എന്നോണം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണാ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും ഇവിടുത്തെ സാധാരണക്കാരന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് വില നിലവാരം കുതിച്ചുയരുമ്പോൾ അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്നും പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ ഇതേ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊന്നും എന്തേ ഇത്രയും ഭീമമായ വില വർധനവിനെ കുറിച്ച് കേട്ടുകേൾവിയില്ലാത്തത്? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ കേരള സംസ്ഥാനത്തിൽ ഒരു പരിധി വരെയെങ്കിലും ഇതിന് തടയിടാൻ സാധിക്കാത്ത വിധം അധപ്പതിച്ചു പോയ ഒരു ഗവൺമെന്റിനെതിരായിട്ടാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ ആശങ്കയും ആവലാതിയും ഏറ്റെടുത്തുകൊണ്ട് ഇത്തരമൊരു സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ മുസ്ലിം യൂത്ത് ലീഗ് സന്നദ്ധമായിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റെടുത്ത സമരമുറകളിലൊക്കെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറിഞ്ഞ ചരിത്ര പാരമ്പര്യമാണ് മുസ്ലിം യൂത്ത് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂചനാ സമരത്തിന്റെ മുന്നിൽ അധികാരി വർഗങ്ങൾ കണ്ണു തുറന്നില്ലെങ്കിൽ യാതൊരു സംശയവുമില്ല, വരും കാലഘട്ടങ്ങളിൽ അതിസങ്കീർണമായ, അതിശക്തമായ സമരമുറകൾക്ക് നേതൃത്വം നൽകാൻ പ്രാപ്തരായ നേതാക്കളും കർമ്മനിരതരായ പ്രവർത്തകരുമാണ് കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാന്യ CVK റിയാസ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമരസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ബഹുമാന്യായ മുസ്തഫ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെയും ഈ സമരസംഗമത്തിലേക്ക് ഹാർദവമായി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിച്ച് വിലക്കയറ്റത്തിനെതിരെ ശക്തമായി പ്രതിപാദിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ വാഗ്മിയും മണ്ഡലം മുസ്ലിം ലീഗ് നേതാവുമായ ബഹുമാന്യനായ NP താഹിർ ഹാജി, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ സമര സംഗമത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വേങ്ങാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി CV അഹമ്മദ് അലി ഹാജി സാഹിബ്, ചെമ്പിലോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CH മുഹമ്മദ് അലി ഹാജി, വേങ്ങാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് സാഹിബ് എന്നിവരെയും
ധർമ്മടം നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സമര സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായ CVK റിയാസ് മാസ്റ്റർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ബഹുമാന്യ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗ് ഇതുപോലുള്ള സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും ദർശിക്കാൻ നമുക്ക് സാധ്യമാകും സാധാരണക്കാരന്റെ ജീവിത നിലവാരം തല്ലിത്തകർക്കുന്ന രീതിയിലേക്ക് വിലക്കയറ്റം കുതിച്ചുയരുന്ന വാർത്തകളും മറ്റുമാണ് ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേരളത്തിലെ ജനമനസ്സുകൾക്കൊപ്പമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ഈ വികലമായ നയങ്ങൾ കൊണ്ടുണ്ടാകുന്ന എന്ന രീതിയിൽ ആഭാസങ്ങളിലേക്ക് മുസ്ലിം ലീഗ് ഒരിക്കലും ഇറത്തിച്ചാടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, സമര രംഗത്തു നിന്നും മറ്റുമൊക്കെ ഇവിടെ വരും പ്രാസംഗികന്മാർ ചർച്ച